ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കുർത്തയൊക്കെ അയൺ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാട്ടോ. ആദ്യം ഞാൻ അതിൻ്റെ ചീത്ത വശമുണ്ടല്ലോ മറിച്ചിട്ടിട്ട് ലൈനിങ്ങുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ലൈനിങ്ങിൻ്റെ ഭാഗം ഞാൻ ആദ്യമേ ഒന്ന് തേച്ചെടുക്കും കേട്ടോ. രണ്ട് സൈഡിൽ ഞാൻ തേച്ചെടുക്കും. അതിന് ശേഷം ഞാൻ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ഉണ്ടല്ലോ, അത് ഞാൻ തിരിച്ചിടുവേ. ഇതിപ്പോൾ ഒരു കോളറുള്ള ഒരു കുർത്തയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് അതിൻ്റെ കൈ ഉൾപ്പെടെയാകട്ടോ ഞാൻ അതിൻ്റെ ലൈനിങ്ങുള്ള വശം തേക്കുന്നത്. അതിനുശേഷം ഞാനത് തിരിച്ചിടും. ഇതിപ്പോൾ ഒരു കോളറുള്ള ഒരു കുർത്തയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതിൻ്റെ കോളർ ഞാൻ ആദ്യമേ ഒന്ന് തേക്കും. അത് കണ്ടപ്പോൾ ന്യൂസ് പേപ്പറാണെന്ന് വിചാരിക്കില്ല, അത് ന്യൂസ് പേപ്പർ പ്രിൻ്റ് പോലത്തെ ഒരു കുർത്തയാട്ടോ. ഫ്രണ്ട് ഓപ്പണൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കുർത്തയാണ്. അതിന് ശേഷം നമ്മൾ കോളറൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് വശം ആട്ടോ ആദ്യമേ തേക്കുന്നത്. ബാക്ക് വശം നന്നായിട്ട് ചുളിവ് മാറത്തക്ക വിധത്തിൽ ഞാൻ തേക്കും. ഇതൊരു കോട്ടൺ അല്ല, ഒരു എന്താ പറയണത്, കുറച്ച് ഒഴുകി കിടക്കുന്നൊക്കെ ഒരു മെറ്റീരിയലാണ്. അപ്പം ഞാനതിൻ്റെ ബാക്ക് വശം മുഴുവനും നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ബാക്ക് വശം ഫുള്ളൊന്ന് തേച്ച് ചുളിവെല്ലാം മാറുന്നതും വരെ തേച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് തിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒരു ഓപ്പണിങ് പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷോ ബട്ടണും ഉണ്ട്. അപ്പോൾ ആ ഷോ ബട്ടണിലൊക്കെ ഉൾപ്പെടുത്തി ഞാനതൊന്ന് തേച്ചെടുക്കുന്നുണ്ട്. കൈ ഉൾപ്പെടെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ കുർത്ത ഒന്ന് മറിച്ചിടുന്നുണ്ട് കേട്ടോ. മറിച്ചിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് അലമാരി വെക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നടുവിൽ നിന്ന് ഞാൻ ബാക്കിലേക്ക് ഒന്ന് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേ വശവും ഞാൻ ഇതുപോലെ മടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അലമാരിയിലൊക്കെ വെച്ച് പിറ്റേ ദിവസം ഇടാനെടുക്കില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ട് രണ്ട് ലൈൻ നമ്മുടെ കുർത്തയുടെ നടുക്കായിട്ട് വരും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് ഒരു ടോപ്പ് എങ്ങനെയാണ് പുതിയത് മേടിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം രണ്ട് വശത്തും ഞാൻ പകുതി വീതം എടുത്തിട്ട് ആ മടക്കി കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഏറ്റവും അടിയിൽ നിന്ന് ഒരു കുറച്ച് ഭാഗമെടുത്ത് മടക്കുന്ന എന്നിട്ട് അതൊന്ന് തേക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഒന്നും കൂടെ മടക്കുന്നുണ്ട് കേട്ടോ. അത് മടക്കിയിട്ട് അവസാനം നമ്മുടെ ഫ്രണ്ട് കഴുത്തുമായിട്ട് ലെവലാകുന്ന ഒരു രീതിയിൽ ഒരു ഏകദേശ കണക്കനുസരിച്ചാട്ടോ മടക്കുന്നത്. അപ്പം അങ്ങനെ രണ്ടാമത്തെ മടക്കം കഴിഞ്ഞ് മൂന്നാമത്തെ മടക്കൽ നമുക്ക് കറക്റ്റായിട്ട് ആ കോളർ തെളിഞ്ഞ് നിൽക്കുന്ന വശം കിട്ടുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാട്ടോ ഞാൻ എൻ്റെ ചുരിദാർ തേക്കുന്നത്. അപ്പം പിറ്റേ ദിവസം നമ്മൾ എടുത്തിടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫിനിഷിങ്ങിലാവാരെ ഉൾപ്പെടെ നമുക്ക് ടോപ്പിൽ കാണാം. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുർത്തകളൊക്കെ തേച്ച് വെക്കുന്നത്. നിങ്ങളും ഇങ്ങനെയാണോ? എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.